മമ്മി ഭയങ്കര ഗ്ലാമറാട്ടോ. അമ്മയുടെ ഒരു 15 വയസ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ടോ? അതെ, ചുരിദാർ ഇട്ടപ്പോഴാ എല്ലാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മുടെ ക്യൂട്ടി വരുന്ന പോലെ ഉണ്ട്. പോസ് ചെയ്താ അടിപൊളി പോസുകളൊക്കെ പോരട്ടെ. തൈ ഭാവമാണോ മമ്മിയുടെ അത്? മമ്മി എന്റെ ഒപ്പം തന്നെ മമ്മിക്ക് ഒരു ചുരിദാർ തയ്പ്പിച്ചായിരുന്നു കേട്ടോ. അത് നമ്മള് അതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. മമ്മിയുടെ പുത്തൻ ചുരിദാറാ. പുതിയ ചുരിദാറാ. എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ആദ്യം ഇതത്ര ഇഷ്ടമില്ലായിരുന്നു. ഈ കാണുന്ന ഈ ലേസുകളെല്ലാം ഇതിന്റെ താഴോട്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ബാക്കിയായിട്ടായിരുന്നു. അപ്പൊ കുറേ ലേസുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല. അതായത് ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ എങ്ങനെയാണെന്നറിയാം. ഇതിന്റെ കഥ ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ കടയിൽ കയറിയപ്പോ എനിക്ക് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇങ്ങനെ ഹക്കോബ പോലെ വർക്ക് ഉണ്ടല്ലോ ഇതിലിങ്ങനെ ഇങ്ങനത്തെ വർക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുണി കണ്ടപ്പോ ഞാൻ വാങ്ങിയതാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ തയ്ക്കാന്ന് ഓർത്തുണ്ട്. അപ്പൊ മമ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇതില്ലേ, ഇതിന്റെ ഇത്രയും തന്നെ നീളം ഉണ്ടായിരുന്നു. കയ്യെ വെച്ചതും കഴുത്തെ വെച്ചതും എല്ലാം താഴേന്ന് മുറിച്ചെടുത്താ നല്ലൊരു ലെങ്തിൽ ഇത് തന്നെ വരുവാ. അപ്പൊ മമ്മി പറഞ്ഞു അത്രയും ലെങ്തിൽ മമ്മിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുതിയൊരു ഐഡിയ, നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു ഇത്രയും നീളം വേണ്ട, ഈ ഒരു ഹക്കോബ വർക്ക് കുറച്ച് ഇവിടെയും കൂടെ കൊടുക്കാന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്ത് ചുരിദാർ. അടിപൊളി ചുരിദാർ, ഇടാൻ നല്ല സുഖമുണ്ട്. ബ്രീത്തബിൾ അല്ലേ? ഇത് കോട്ടൺ കേട്ടോ. കണ്ടാലൊരു സിൽക്കി ലുക്കൊക്കെ തോന്നുമെങ്കിൽ ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇടാൻ നല്ല സുഖമുണ്ട്. തയ്ച്ചേക്കണാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ കണ്ടപ്പോ അമ്മയ്ക്ക് അത്ര ആദ്യം അങ്ങനെ ഇതെന്താ ഈ ഹക്കോബ വർക്കിന്റെ കാര്യത്തിലായിരുന്നു. ബാക്കി തുണി എനിക്ക് ഇഷ്ടമായിരുന്നു. തുണി ഇഷ്ടം. ഞാൻ പറഞ്ഞു മമ്മിയുടെ ഇത്രയും കൈ വയ്ക്കാം. അതിനാ ഇത്രയും കൈ വയ്ക്കാത്ത? ഇനി തയ്പ്പിക്കുമ്പോ അത്രയും വെക്കാം. എനിക്ക് ഇത്രയും കൈ എനിക്ക് ഈ കൈ ഇങ്ങനെ ഇവിടെ തടഞ്ഞി എനിക്ക് ഇഷ്ടമല്ല. അത് ഇങ്ങനെ മടക്കുമ്പോഴേ, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ അങ്ങനത്തെ ചുരിദാറുകൾ തയ്പ്പിക്കായിരുന്നു. അപ്പൊ ഈ ഡെസ്ക് വെച്ച് കൈയുടെ ഇവിടെ ചെളിയാവും, ഇവിടെ ഇറുക്കം വരും, ഒരു കംഫർട്ടബിൾ അല്ല. പിന്നെ ഇതിങ്ങനെ മടക്കി കയറ്റി മെനകേടാവും. നമുക്ക് ഒട്ടും കംഫർട്ടല്ല. മമ്മിക്ക് അത് ഇഷ്ടമാന്ന് പറഞ്ഞോണ്ട് എനിക്ക് നല്ല ചുരിദാറിനൊക്കെ ഇങ്ങനെ കൈനീളം ഇത്രയും വെക്കുന്നതാ ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്നറിയാം, ഈ ചുരിദാറിന് ഈ കളറിൽ ഡൈ ചെയ്യിപ്പിക്കാന്ന് ഓർത്തോണ്ടായിരുന്നേ പാന്റ്. പക്ഷെ മമ്മി പറഞ്ഞു മമ്മിക്ക് വെള്ള പാന്റ് ഉണ്ട് എന്നും പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ വെള്ള ഷോൾ ഇതിനകത്ത് ചേരിയല്ല കേട്ടോ. ഈ ഒരു ക്രീം കളർ ഷോൾ ആണെങ്കിൽ ചേരും. നമുക്ക് റാംബാക്ക് ആയാലോ മമ്മിയുടെ? അയ്യോ, ചെറിയൊരു വാക്ക്. എനിക്കറിയത്തില്ല അങ്ങനെയൊന്നും. പോച്ചേർന്ന് മമ്മിയുടെ ആ എന്താ സ്കൂൾ വരാന്താന്ന് സങ്കല്പിച്ചെങ്കിൽ നടന്നാ മതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മുടെ ക്യൂട്ടി വരുന്ന പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ടോ അമ്മി? അതെല്ലേ, സ്കൂളിലെ വരാന്തേക്കടെ നടക്കണ പോലെ. അമ്മി ആ റംബൂട്ടാന്റെ അടുത്ത് പോയി നിൽക്കുക, നല്ലൊരു ഫോട്ടോ എടുത്തരാം. റംബൂട്ടാന്റെ ആ കായുടെ നിറം അമ്മയുടെ ചുരിദാറിന്റെ ആ പച്ച കളറ്. അതെല്ലേ, നല്ല രസമുണ്ട് അമ്മി. അമ്മ ഇങ്ങനെ ഈ ഹെയർ കട്ട് ഇങ്ങനെ ഷോർട്ട് ആക്കുമ്പോ ഉണ്ടല്ലോ, നമ്മള് ഡ്രസ്സിങ്ങിലും കൂടെ കുറച്ച് ശ്രദ്ധിക്കണം. എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഭയങ്കര ഈ സിൽക്കി അങ്ങനത്തെ മെറ്റീരിയലിനേക്കാളും നല്ല കുറച്ച് കോട്ടൺ ചുരിദാർ, കോളർ വെച്ച് ചുരിദാറൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ ഷോർട്ട് ഹെയർ സ്റ്റൈലിന്. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ കോളർ വെച്ചതേ. കോളർ ഇങ്ങനെ പൈപ്പിങ് പിടിപ്പിച്ചാൽ മതി. കോളർ അങ്ങ് കയറി നിൽക്കണ്ട, കഴുത്തേലേക്ക് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇതുപോലെ കഴുത്ത് വെച്ചിട്ടൊരു പൈപ്പിങ് പിടിപ്പിക്കണേ നല്ലതല്ലേ. മമ്മി റംബൂട്ടാനിൽ ഇച്ചിരി സ്നേഹത്തോടെ നോക്കി. റംബൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. നല്ല ഭംഗിയാ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ. അതെല്ലേ, നല്ല രസമുണ്ടോ മമ്മി ചുരിദാറൊക്കെ തയ്ച്ചിട്ട്? അടിപൊളിയാ. എല്ലാരും കമന്റ്സ് ഇടണം കേട്ടോ മമ്മിയുടെ. ഫോട്ടോ ആയിട്ട് എടുക്കണം. അതെന്നാ ഒരു പോസ് ചെയ്താ അടിപൊളി പോസുകളൊക്കെ പോരട്ടെ. തൈ ഭാവമാണോ മമ്മിയുടെ അത്? ഇനി അടുത്ത് മമ്മിയായിട്ട് കഷ്ടപ്പെടുത്തുക. അതേതാ ദിമുദ്രയാണോ അമ്മയുടെ? ഓ പോരട്ടെ, മതി മതി. മതിയോ? എനിക്ക് ഫോട്ടോ എല്ലാം എടുക്കും കേട്ടോ. എന്നിട്ട് ഒരെണ്ണം പോലും എനിക്ക് തരില്ല. ഞാൻ അന്നേരം പറഞ്ഞു എടുക്കണേ, അന്നേരം അയക്കുക. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാന്ന് പോലും അറിയത്തില്ല. ഫോട്ടോ ഒന്നിന് 10 രൂപ. എത്രയാണേലും വേണ്ടില്ല. എത്ര ഫോട്ടോ എനിക്ക് അയച്ചു തരാനുണ്ട് ഇപ്പൊ. എനിക്ക് ഓരോ ഡ്രസ്സ് ഇട്ടും ഫോട്ടോ എടുക്കണം എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അതെല്ലാം എന്റെ ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കും. എനിക്കിങ്ങനെ തന്നെ എന്റെ ഫോട്ടോകളെല്ലാം. മമ്മി ഭയങ്കര ഗ്ലാമറായിട്ടോ. നമ്മുടെ ഒരു 15 വയസ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ടോ? അതെ, ചുരിദാർ ഇട്ടപ്പോഴാ എല്ലാവരും അഭിപ്രായം എന്ന് പറയണം കേട്ടോ. ഈ ചുരിദാർ എനിക്ക് ഇടാനും നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടോ? കയ്യിലും ഒക്കെ നല്ലതാ. അതുണ്ടല്ലോ ആ കയ്യില് കണ്ടോ, ആ ഹക്കോബ വർക്ക് വരുന്നിടത്ത് നമ്മള് ലൈനിങ് കൊടുത്തിട്ടില്ലല്ലോ. ഇല്ലേ? അല്ല, ഈ കയ്യില് നല്ലൊരു ഭംഗിയുണ്ട്. അത് നല്ലതാ.